അത്തോളി പാലോറത്തുകാവ് ഭഗവതി ക്ഷേത്ര മഹോത്സവത്തിന് കൊടിയേറി. മാർച്ച് 26 മുതൽ 30 വരെയാണ് ഉത്സവം. ക്ഷേത്ര മേൽശാന്തി ഹരീഷ് നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുക. ചരിത്രപ്രസിദ്ധമായ അത്തോളി പാലോറത്തുകാവിൽ ഈ മാസം 26 മുതൽ 30 വരെയാണ് ഉത്സവം. ക്ഷേത്രം മേൽശാന്തി ഹരീഷ് നമ്പൂതിരിയുടെ കാർമ്മികത്തിൽ നടന്ന ചടങ്ങിൽ ക്ഷേത്രം രക്ഷാധികാരി CK രാഘവൻ കൊടി ഉയർത്തി. വിപുലമായ രീതിയിലാണ് ഇത്തവണത്തെ ഉത്സവമെന്ന് ക്ഷേത്രം പ്രസിഡന്റ് RM കുമാരൻ പറഞ്ഞു. പാലോറത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ കൊടിയേറ്റം ഇന്ന് നടന്നു കഴിഞ്ഞിട്ട് വരുന്ന 27-ാം തീയതി പൊങ്കാല സമർപ്പണവും അതിനുശേഷം നടക്കുന്ന സർവേശ്വരി പൂജയും അതേപോലെ തന്നെ സപ്പബലിയും 29-30 തീയതികളിലാണ് ഇവിടെ പ്രധാനപ്പെട്ട ഉത്സവം നടക്കുന്നത്. 29-ന് കളയെഴുത്തും പാട്ടും 30-ന് കൂത്തുത്സവമാണ് നടക്കുന്നത്. നാട്ടിലെ കോഴിക്കോട് ജില്ലയിലെ അത്തോളി പഞ്ചായത്തിലാണ് ഈ പാലോറത്തുകാവ് ക്ഷേത്രം. നിത്യ പൂജ നടക്കുന്ന ഈ ക്ഷേത്രത്തിൽ വളരെ വിപുലമായ രീതിയിലുള്ള ഉത്സവമാണ് ഈ പ്രാവശ്യം നടക്കുന്നത്. അതോടൊപ്പം 15 മുതൽ 21 മുതൽ ഏപ്രിൽ 15 മുതൽ 21 വരെ നവീകരണ ഉത്സവം ഇവിടെ നടക്കുന്നുണ്ട്. കൊടിയുയർത്തൽ ചടങ്ങിന് പ്രസിഡന്റ് RM കുമാരൻ, സെക്രട്ടറി KK ശശീന്ദ്രൻ, വൈസ് പ്രസിഡന്റുമാരായ MK രവീന്ദ്രൻ, P രമേശൻ, ജോയിന്റ് സെക്രട്ടറിമാരായ CK ശങ്കരൻ, കുനിയിൽ സുധീഷ്, CK പവിത്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. 26-ന് രാവിലെ 6 മുതൽ വൈകിട്ട് 6:30 വരെ അഖണ്ഡനാമജപം, 27-ന് രാവിലെ 9-ന് പൊങ്കാല സമർപ്പണം, 28-ന് രാവിലെ കലവറ നിറയ്ക്കൽ, തുടർന്ന് സർവൈശ്വര്യ പൂജ, സർപ്പബലി, പ്രാദേശിക കലാപ്രതിഭകളുടെ കലാപരിപാടികൾ തുടങ്ങിയവ നടക്കും. 29-ന് രാവിലെ ഗണപതി ഹോമം, ഉഷപൂജ, നവകം, പഞ്ചഗവ്യം, ആധ്യാത്മിക പ്രഭാഷണം, ഉച്ചപൂജ, ഉച്ചപ്പാട്ട്, കളമെഴുത്ത്, പ്രസാദൂട്ട്, ഇലത്ത് പരദേവതാ ക്ഷേത്രം, അത്തോളി രാരോത്ത് പരദേവ ക്ഷേത്രം എന്നിവിടങ്ങളിൽ നിന്നും ആഘോഷവരവ്, വൈകിട്ട് ഗുരുതി തർപ്പണം, ദീപാരാധന, തായമ്പക, അത്താഴപൂജ, മുല്ലയ്ക്കൽ പാട്ട്, എഴുന്നള്ളിപ്പും എന്നിവയും നടക്കും. സമാപന ദിവസമായ 30-ന് രാവിലെ 5 മണിക്ക് ഗണപതി ഹോമം, ഉഷപൂജ, നവകം, പഞ്ചഗവ്യം, പ്രസാദൂട്ട്, വൈകിട്ട് 5-ന് ഗുരുതി തർപ്പണം, ശ്രീ കാരയിൽ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും താലപ്പൊലി മഹോത്സവം, ദീപാരാധന, അത്താഴപൂജ, ഭഗവതിത്തറ, തായമ്പക, കലാപരിപാടികൾ എന്നിവയും നടക്കും. തുടർന്ന് കൂത്തോടുകൂടി ഉത്സവം സമാപിക്കും. ന്യൂസ് ബ്യൂറോ, അത്തോളി.